ഉളിക്കൽ ശ്രീ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം 2026 ജനുവരി 13 ആരംഭിക്കും. 2025 ഡിസംബർ 30 കോമരത്തച്ഛൻ കുടകിലേക്ക് ഊട്ടറിയിച്ച് പോവുകയും 2026 ജനുവരി 10 തിരിച്ചെത്തുകയും ചെയ്യും. ജനുവരി 13 കുഴിയെടുപ്പിൽ തീയിടുന്നതോടുകൂടി ഈ വർഷത്തെ ഊട്ടുമഹോത്സവം ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഉളിക്കലിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിരപുരാനവും ചരിത്രപ്രസിദ്ധവുമായ ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്രം ഈ വർഷത്തെ ഊട്ടുമഹോത്സവം വൻ വിജയപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. ജനുവരി 13 മുതൽ ഊട്ടുമഹോത്സവം ആരംഭിക്കുകയാണ്. ജനുവരി 13 വൈകുന്നേരം 7:30 അരിയളവ് തിരുവത്താഴത്തിനുള്ള അരിയളവ് ആരംഭിക്കുന്നതോടുകൂടി 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഊട്ടുമഹോത്സവം ആരംഭിക്കും. ജനുവരി 26 ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ക്ഷേത്ര അടിയന്തരങ്ങളും ക്ഷേത്ര ആഘോഷ പരിപാടികളുമെല്ലാം ഉത്സവത്തോടനുബന്ധിച്ച് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നു. ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും പങ്കാളിത്തവും സഹായവും അഭ്യർത്ഥിക്കുകയാണ്. 2025 ജനുവരി 30 കോമരത്തച്ഛൻ ഊട്ടറിയിച്ച് കുടകിലേക്ക് പോകുന്നതോടുകൂടി ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. കോമരത്തച്ഛൻ കുടകിലെ 60-ൽ പരം സ്ഥാനികരായ മനകളിലും ക്ഷേത്രങ്ങളിലും ഊട്ടറിയിച്ചുകൊണ്ട് ജനുവരി 10 തിരിച്ച് ക്ഷേത്രത്തിലെത്തും. ജനുവരി 13 വൈകുന്നേരം കുഴിയെടുപ്പിൽ തീയിടുന്നതോടുകൂടി ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. അന്ന് തന്നെ തിരുവത്താഴത്തിനുള്ള അരിയളവും നടക്കും. ജനുവരി 15 മകരം 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ചെമ്പോട്ടിപ്പാറയിൽ നിന്നും ഊട്ടുകാഴ്ച ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതാണ്. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം ക്ഷേത്രാങ്കണത്തിൽ ബഹുമാനപ്പെട്ട നമുക്കേവർക്കും പ്രിയങ്കരനായ ഡോക്ടർ എം.വി. ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള കലാപരിപാടികൾ എല്ലാ ദിവസവും മകരം 1 മുതൽ 7 വരെ ക്ഷേത്രാങ്കണത്തിൽ പ്രാദേശിക കലാപരിപാടികളും, മകരം 8-ാം തീയതി ഗാനമേളയും, മകരം 9 ഫ്യൂഷൻ, മകരം 10 ബാലെ പുണ്യപുരാതന നാടകം. അതുപോലെ തന്നെ അന്ന് തന്നെ രാത്രി 8:30 മണിയോടുകൂടി വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രൗഢഗംഭീരമായ താലപ്പൊലി ഘോഷയാത്ര ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി വിവിധ നിശ്ചല ദൃശ്യങ്ങളോടുകൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. മകരം 10 ആ താലപ്പൊലി ഘോഷയാത്ര സമാപിക്കുന്നതോടുകൂടി അന്നത്തെ പരിപാടി അവസാനിക്കും. അതുപോലെ തന്നെ മകരം 12-ാം തീയതി ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത്. ഉത്സവം വിജയിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളും ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ ക്ഷേത്രവും ട്രസ്റ്റി ബോർഡും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുന്ന 10,000-കണക്കായ ഭക്തജനങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അന്നദാനം നൽകുന്ന സംവിധാനമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രസിദ്ധമായ ഈ ക്ഷേത്രമാണ് വൈത്തൂർ കാലിയാർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം നൽകുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അതുപോലെ ക്ഷേത്ര ഉത്സവം 12 ദിവസം നിലനിൽക്കുന്ന ഉത്സവം കുടകരും മലയാളികളും കൂടി കൂട്ടായി നടത്തുന്നതാണ്. കുടകിലുള്ള ഭക്തജനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാളപ്പുറത്ത് അരി കൊണ്ടിട്ടാണ് ഉത്സവം തന്നെ ആരംഭിക്കുന്നത്. എല്ലാവിധ സഹകരണങ്ങളും കുടകരും നാട്ടുകാരും ഒത്തൊരുമിച്ച് രണ്ട് ഭാഷകൾ രണ്ട് സംസ്ഥാനങ്ങൾ കൂട്ടായിട്ട് ആണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രങ്ങളിൽ കോമരത്തച്ഛൻ എല്ലാ വീടുകളിലും പോയി അവരെ ക്ഷണിച്ച് വരുത്തി നമ്മൾ അതിഥികളായിട്ടാണ് ഇവിടെ വരുന്നത്. അവർ 12 ദിവസവും ഇവിടെ വന്ന് എല്ലാ ചടങ്ങുകളിലും ഭക്തിപരമായി നമ്മളോട് മലയാളികൾ കൂടി ഒത്തൊരുമിച്ച് പോകുന്നൊരു ഉത്സവമാണ് ഇവിടെ നടത്തുന്നത്. വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്ന ഒരു പതിവ് ഇവിടെ കണ്ടുകൊണ്ട് നമുക്കുണ്ട്. ഇപ്പോഴും നാട്ടുകാരുടെ കമ്മിറ്റി വന്നതിന് ശേഷം കൂടുതലായിട്ടും വരുന്നവർക്ക് മുഴുവൻ സമയ വ്യത്യാസമില്ലാതെ വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്നതാണ് ഇവിടെ പതിവ്. നാട്ടുകാരെല്ലാ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം കലാപരിപാടികളും സംയുക്തമായി ഒത്തൊരുമിച്ച് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരും തരണമെന്ന് മുൻപായി. ജനുവരി 15 ചെമ്പോട്ടിപ്പാറയിൽ നിന്ന് ഊട്ടുകാഴ്ച വൈകുന്നേരം 7 മണിക്ക് പുറപ്പെടും. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. മകരം 10 ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ നിന്ന് ഗജവീരന്റെ അകമ്പടിയോടുകൂടി പ്രൗഢഗംഭീരമായ താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെടും. ജനുവരി 26 ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ബി ദിവാകരൻ, കെ.പി. ഷാജി, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിനു പുതുശ്ശേരി, സെക്രട്ടറി കെ.വി. ഗോപാലൻ, കൃഷ്ണൻ മാസ്റ്റർ, മോഹൻദാസ്, എം.എൻ. ബാബു, മനോജ് മാസ്റ്റർ, നിതീഷ്, അശ്വിൻ കുമാർ, ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.